പിതാവായ ദൈവം പുത്രനായ കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചതുപോലെ പുത്രനായ കർത്താവ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചേക്കുക. നന്നായിട്ട് പറയല്. റിങ്കുവിനോട് ഞാൻ പറയാം, പിതാവായ ദൈവം പുത്രനെ എങ്ങനെയാണോ ഭൂമിയിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയാണ് പുത്രനായ കർത്താവ് റിങ്കുവിനെ മുണ്ടക്കയത്ത് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നന്നായി ഒരു ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്നായിട്ട് ഒന്ന് കയറി വരട്ടെ, ആത്മാവിൽ ഒന്ന് കയറി. ഹല്ലേലൂയ. അപ്പം ആ നിയോഗം അതാണ്. നിയോഗം എങ്ങനെയാണോ പുത്രനായ കർത്താവിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അതേ ക്വാളിറ്റിയോടെയാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉയരത്തിൽ നിന്നൊരു സപ്പോർട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ ഭൂമിയിലായിരുന്നപ്പോഴും തൻ്റെ രാത്രികാലങ്ങളിൽ തനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ മുഴുവൻ തനിക്ക് ഉയരത്തിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. സ്വയമായി താൻ ഒന്നും പറയാതെ പിതാവ് തന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ വാക്കുകൾ മാത്രം തന്നിലൂടെ വെളിപ്പെടുത്തുവാൻ താൻ ആഗ്രഹിച്ചു. ആമേൻ. അതിലൂടെ ഒരു ആശയം ഞാൻ പറയുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് നിങ്ങളെ ഈ ഭൂമിയിൽ ഈ മുണ്ടക്കയത്ത് ശുശ്രൂഷകൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞ് ശുശ്രൂഷിപ്പാനുള്ള ഒരാത്മിക ചിന്ത നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരാനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കപ്പെട്ടു വരും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ആ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ വാക്ക് വെളിപ്പെടുന്നുണ്ടായി. സ്തോത്രം. ഒരു ഗ്രൗണ്ടിനായിട്ട്, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഗ്രൗണ്ടിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ആമേൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, പേഴ്സണലായിട്ട് ഒരു സ്പിരിച്വൽ ഫാദർ, ഒരു സ്പിരിച്വൽ മെന്റർ നിർബന്ധമാണ്. നിങ്ങൾക്ക് എത്ര പേർക്കുണ്ടെന്നറിയില്ല, എനിക്കിത് രണ്ടും ഉണ്ട്. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ നമ്മുടെ വളർച്ചകൾ മുരടിക്കും. നമ്മുടെ വളർച്ചയെ അതിൻ്റെ ഉന്നതിയിലേക്ക് തള്ളി തള്ളി കയറ്റുന്ന ഹല്ലേലൂയ ആത്മീയ സഹോദരങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. സ്പിരിച്വൽ ഗ്രൗണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ആമേൻ. അത് ഇതിനകത്ത് വെളിപ്പെട്ടാൽ ഇതിനകത്ത് താനെ ആൾക്കാർ വന്ന് കയറിക്കോളും. ആമേൻ. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ ജനം പുറത്തു വരുന്ന കാര്യത്തിനകത്ത് അന്തരീക്ഷങ്ങൾ മാറുക എന്നുള്ളത് അല്പപ്രയാസമുള്ള കാര്യമാണ്. അതിന് നമ്മുടെ മനസ്സിൻ്റെ ഇത് ഞാൻ വിചാരിച്ചാൽ ഈ പ്രസംഗം ഇവിടെ നടക്കും. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരാളെ വിളിച്ച ഇത് കേൾവിയുടെ നടക്കും. പക്ഷെ ഇതിനകത്ത് ജനം കയറി വരണമെങ്കിൽ, അവർ വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമ്മൾ കൂട്ടായി ഒരു ഗ്രൗണ്ട് ഒരുക്കിയേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കർത്താവായിരുന്നപ്പോൾ താൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് നിയമം കൊടുത്ത് ഒരു ജനത്തെ തൻ്റെ രാജ്യമാക്കി ദൈവം സൃഷ്ടിച്ചിരുന്നു. അതാരാണ്? ഇസ്രായേൽ ജനം. പക്ഷേ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, സ്വന്തത്തിലേക്ക് വന്നപ്പോൾ, സ്വന്തക്കാരായ അവർ ഏറ്റവും ആദ്യം എതിർത്തു. ആമേൻ. എതിർത്തവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എതിർത്തവർ അവരായിപ്പോയി. ഒന്നുകൂടി പറഞ്ഞാൽ, അതിനകത്ത് നിന്ന് ദൈവം സെപ്പറേറ്റ് ചെയ്ത യഹൂദ എന്ന ഗോത്രത്തിൽ നിന്ന് പുറത്തു വന്ന യഹൂദന്മാർ ഏറ്റവും കൂടുതൽ യേശുവിനെ എതിർത്തു. അതുകൊണ്ട് തന്നെ വചനത്തിൽ അവിടെ കടക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ഭാഗം ഇതാണ്: തനിക്ക് ഒരു സ്പിരിച്വൽ ഗ്രൗണ്ട് ഉയരത്തിൽ നിന്ന് വെളിപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഭൂമിയിൽ അത് നൽകാൻ ആരും തന്നെ തയ്യാറായില്ലെങ്കിലും നൽകുന്ന ഒരിടമുണ്ട്. അത് സ്വർഗത്തിലേക്കുള്ള ബന്ധമാണ്.
ആമേൻ, ആമേൻ. ഇന്ന് പകൽ എത്ര പേര് അതിലേക്ക് തന്നെ കണക്റ്റഡ് ആകും? ഞാൻ ഒരു കാര്യം പരിശുദ്ധാത്മാവ് എനിക്ക് ഉദ്ബോധ്യം നൽകുന്നത് പറയട്ടെ. നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാകത്തക്ക രീതിയിൽ കർത്താവ് നിങ്ങളുടെ അറ്റ്മോസ്ഫിയറുകളെ തിരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൻ്റെ ആഴങ്ങൾ എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ ദൂത് ഞാൻ പറയുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ഹല്ലേലൂയ ആവശ്യങ്ങളെക്കുറിച്ചൊരു ദൂത് ഞാൻ പറയുന്നില്ലായിരിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയാൽ നിങ്ങളുടെ വീടിനകത്ത് മിറക്കിളുകൾ നിത്യസംഭവമായിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അലയേണ്ടി വരത്തില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉലയേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് മോശ പറയുന്നത്, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ അങ്ങോട്ട് അയക്കരുത്. ഒരു ജനം പുറത്തു വരേണ്ടതുണ്ട്, ഹല്ലേലൂയ, അവിടെ മിറക്കിളുകൾ നടക്കേണ്ടതുണ്ട്. പക്ഷെ ഞാൻ വെറുതെ പോയിട്ട് കാര്യമില്ല. നീ ഇല്ല എങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഷാമാന ഖറമാന ലിബറബ ഥലമാന വൈബാബ ഗഥാലമാന. എന്നെ പരിശുദ്ധാത്മാവ് ശക്തമായി നിയോഗിക്കുന്നു. ഇത് പറയാൻ ശക്തമായ ഒരു ആഹ്വാനം എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. വെറുതെ കളഞ്ഞു കുടിക്കരുത് നിങ്ങളുടെ സമയങ്ങൾ. അതിനകത്ത് നിങ്ങളൊരു അറ്റ്മോസ്ഫിയറായി മാറാനുള്ള ആത്മീയാഭിഷേകങ്ങളെ സ്വീകരിക്കാനുള്ള സമയങ്ങൾക്കകത്തേക്ക് നിങ്ങൾ കയറി ചെല്ലണം. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് മോശയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഹോരേബിന്റെ പർവ്വതത്തിന്റെ മീതെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മരുഭൂമി താണ്ടി യിത്രോവിന്റെ ആടുകളെ വിട്ട് മരുഭൂമിക്കപ്പുറമുള്ള ഹല്ലേലൂയ പർവ്വതത്തിനകത്തേക്ക് കയറുമ്പോൾ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്, നിന്റെ 40 വർഷത്തെ ഡ്രൈനെസ്സിനെ പൊട്ടിക്കാൻ ഞാനൊരു തീയെ ഇറക്കാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്ന സഭയെ നോക്കി നിന്റെ ഡ്രൈനെസ്സിനെ, സഭകളുടെ ഡ്രൈനെസ്സിനെ മാറ്റാൻ കഴിയുന്ന ഒരു തീ വെളിപ്പെടാൻ പോകുന്നു. മനസ്സ് തുറന്ന തീയെ സ്വീകരിക്കുക. നിന്നെ കത്തിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ആ തീ നിന്റെ അകത്തേക്ക് വെളിപ്പെടും. അവിടെ കത്തി നിൽക്കുന്ന തീയുടെ വിശേഷത, ഹല്ലേലൂയ, മുൾപടർപ്പ് കത്തുന്നു, പക്ഷെ അത് വെന്തു പോകുന്നില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഭൂമിയിലെ തീയല്ല, ഹല്ലേലൂയ, അത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ തീയാണ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഒരു തീയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തീയുടെ വർദ്ധനവ് കൂട്ടി അവരിട്ട തീ ഭൂമിയിൽ നിന്നുള്ള തീയാണ്. പക്ഷെ അതിനകത്തേക്ക് സ്വർഗത്തിന്റെ തീ ആടായപ്പോൾ അതിനകത്തേക്ക് ഇറങ്ങിയവരുടെ ശരീരം വെന്തുപോയില്ല. സ്വീകരിച്ച് കരമടിച്ചതിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് പകലും നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു, നിങ്ങളെ കത്തിക്കാൻ പറ്റുന്ന ഒരു തീ. നന്നായി അഭിഷേകത്തെ സ്വീകരിച്ചാട്ടെ. എല്ലാ ഡ്രൈനെസ്സിനെ മാറ്റാൻ കഴിയുന്ന, എല്ലാ പിന്മാറ്റങ്ങളെ മാറ്റാൻ കഴിയുന്ന, എല്ലാ പിറകോട്ട് പോക്കുകളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവിക തീ. ഷമാന കതല ബറബ കതസിയാല ബാബ റിബ കതല മനകറബ ശമനദര മനകുദിരി മനിഖേര ബലബ ഹതമന ഖതറിയ. നിങ്ങൾക്കൊരു ഹോരോബിന്റെ അനുഭവം ഉണ്ടാകാൻ പോവാ. ഹല്ലേലൂയ. ജോർജ പിടിച്ചോണം. നിങ്ങൾക്കൊരു ഹല്ലേലൂയ സെക്കൻഡ് ടച്ച് ഓഫ് ഹോരേബ് വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആൻറ്റി പിടിച്ചോണം. ഇന്ന് പകരം ഒരു സെക്കൻഡ് ടച്ച് ഓഫ് ഹല്ലേലൂയ ഹോരേബിന്റെ അറ്റ്മോസ്ഫിയർ വെളിപ്പെടാൻ പോകുക. നിയോഗങ്ങൾക്കകത്തേക്ക് വലിച്ചു കയറ്റുന്ന ഒരു തീ എന്തെന്ന് കാണേണ്ടതിന്
കാൽ ഉയർത്തി ചവിട്ടി നിന്നെ വീണ്ടും ആ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് ദൈവം കൂട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ സ്വീകരിക്കണം. ഇന്ന് പകരം അതിനെ സ്വീകരിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കൈയടിച്ചോ, വെറുതെ അന്യഭാഷ പറഞ്ഞോ അതിനെ വിട്ടുകളയരുത്. ആത്മാവിൽ അതിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന തീ ഉണ്ടല്ലോ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഒരു ജനത്തെ പിടിച്ചടക്കാനുള്ള, ഒരു ജനത്തെ പിടിച്ചടക്കാനുള്ള തീയാണ് നിന്റെ മുമ്പിൽ കണ്ടിരിക്കുന്ന ഈ തീ. ദൈവീയ ദർശനത്തിനകത്തേക്ക്, ദൈവീയ പദ്ധതികൾക്കകത്തേക്ക്, ദൈവീയ മനോഭാവങ്ങൾക്കകത്തേക്ക്, ദൈവീയ പ്ലാനിനകത്തേക്ക്, ദൈവീയ കൂട്ടായ്മയ്ക്കകത്തേക്ക്, ദൈവീയ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് ദൈവം ചിലരെ ക്ഷണിക്കുന്നു. Karamana labaraka talaraba shabaragati labanagada ramanagada lagachavaturaprabediniya. ഹല്ലേലൂയ. ഇനി എന്ത് നടക്കും, ഇനി എങ്ങനെ പോകും? ഹല്ലേലൂയ. മറന്നുപോയൊരു ദർശനത്തിൻ്റെ പിറകിലേക്ക് കണ്ണുകൊണ്ടുപോലും മനസ്സുകൊണ്ടുപോലും തിരിഞ്ഞു നോക്കാൻ ആഗ്രഹമില്ലാതെ മനസ്സ് മടിച്ചുപോയ മോശയുടെ മനസ്സിനെ ഹല്ലേലൂയ വീണ്ടും ജനിപ്പിച്ച് ഹല്ലേലൂയ തൻ്റെ ഫീൽഡിനകത്തേക്ക് ദൈവം റീ അപ്പോയിന്റ് ചെയ്യുന്നത് പോലെ ഈ പകല് ചിലരെ ദൈവം റീകോളിംഗ് നടത്തി, റീ അപ്പോയിന്റ്മെന്റ്. ഇന്ന് പകല് ചിലരുടെ കരങ്ങൾക്കകത്ത് ആ അപ്പോയിന്റ്മെന്റ് ഓൾറെഡി ഫിസിക്കലായി വെളിപ്പെടുകയാണ്. ആമേൻ, ആമേൻ. അകത്ത് ആത്മാവില്ലാത്തത് കൊണ്ടാണോ? നോ. തലയ്ക്ക് മീതെ പ്രോമിസ് ഇല്ലാത്തത് കൊണ്ടാണോ? നോ. അറിയത്തില്ലാത്തത് കൊണ്ടാണോ? നോ. അല്ല. മോശയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. എല്ലാം ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ ആ അന്തരീക്ഷത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നില്ല. ശടകുടഞ്ഞ് എഴുന്നേൽക്കാൻ ഇന്ന് പകല് തയ്യാറാണെങ്കിൽ ഒരു കൂട്ടം പുറകിലുണ്ടെന്ന് ഈ പകലും പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഈ പകലും പ്രവചിക്കുന്നു. ഈ പകലും അത് പ്രവചിക്കുന്നു. നീ കണ്ട തീ നിനക്കും വേണ്ടി മാത്രമുള്ള തീയാന്ന് വിചാരിക്കരുത്. ഹോരേബിൻ്റെ അനുഭവത്തിലേക്ക് ആത്മാവ് ചിലരെ വിളിക്കുന്നു. ദ അറ്റ്മോസ്ഫിയർ ഓഫ് ഹോരേബ്. ഞാൻ അങ്ങനെ പേരിടാം അതിനെ. ആമേൻ, ഹല്ലേലൂയ. അന്ന് മുതൽ ഹോരേബിനൊരു പേര് വീണു. ആ പേരാണ് ദൈവത്തിൻ്റെ പർവ്വതം. എന്തുകൊണ്ടാ? The presence of God is manifested upon the Horeb. ഹോരേബിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഇറങ്ങി. വാവ്, വാവ്. ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ മേൽ അങ്ങനെ ഒരു പ്രസൻസ് ഇറങ്ങാൻ പോവുകയാണ്. ഹുറാമാന ഖഷാമാറ. ഞാൻ നിങ്ങളെ ഇന്ന് കാണുന്ന ആൾക്കാരായിട്ട് ഞാൻ ആത്മാവിൽ ഇന്ന് പകല് കാണുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ അകത്ത് നല്ല തള്ളലുണ്ട് ഈ പകല്. ഹല്ലേലൂയ. അകത്തെ ക്ഷീണമൊക്കെ എങ്ങോട്ടോ എവിടെയൊക്കെയോ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണ് പോലും തുറക്കാൻ മേതാ ഞാൻ വണ്ടിയിൽ നിന്ന ഇന്ന് പകല്. ഞാൻ രാജ്യം കയറി വന്നിട്ട് എനിക്ക് കാണാൻ പോലും പറ്റിയില്ല വണ്ടിയിലോട്ട് കയറാൻ. അതുപോലെ അന്തരീക്ഷത്തിനകത്ത് ഇങ്ങനെ സീറ്റും കിട്ടിയില്ല. ഇങ്ങനെ കമ്പിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ അതൊക്കെ എങ്ങോട്ടോ പോയി. ഹല്ലേലൂയ. അതെൻ്റെ അകത്ത് തള്ളിക്കേറുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയാണ്. ഈ പകരം ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ, ദൈവം നിൻ്റെ മേലൊരു തീ രണ്ടാമതായി അയക്കും. ഒരു ഹോരേബ് നിനക്ക് വേണ്ടി വീണ്ടും നെടുക. ആഴമായി ആഗ്രഹിക്കണം, ആഴമായി ചെല്ലണം. ഇത് പഴയ നിയമത്തിൽ മോശയുടെ മുമ്പിൽ ഇങ്ങനെ ദൃശ്യമായി ഒന്ന് കാണിച്ചു കൊടുക്കാൻ ദൈവത്തിന് പറ്റും. പക്ഷെ പുതിയ നിയമത്തിൽ ഓൾറെഡി ആത്മാവ് അകത്തുണ്ട്. അന്ന് ആത്മാവ് അകത്തില്ല, വന്നു പോകുകയാണ്. അതുകൊണ്ട് തന്നെ മോശയ്ക്ക് അത് നിർബന്ധിതമാണ്. പക്ഷെ ഇന്ന്
വ്യത്യസ്തമാണ് അല്പം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചേ പറ്റൂ. ഇന്ന് നിങ്ങൾ സ്ട്രാറ്റജികൾ വെച്ചേ പറ്റൂ. ഇന്ന് നിങ്ങൾ മുന്നോട്ട് ചലനങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. കാരണം അറിവ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി വെളിപ്പെട്ടിട്ടുണ്ട്. ആമേൻ. ഞാൻ പറഞ്ഞു വന്ന വാക്യത്തിൻ്റെ ആഴത്തിൽ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ താമസിച്ച് വന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ഓടിച്ചുകൊണ്ടൊന്നും പോകത്തില്ല. അതിനുള്ളിൽ തന്നെ ഈ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഹല്ലേലൂയ, ദൈവം നിങ്ങളുടെ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പോവാ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പഴയ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്. ഹല്ലേലൂയ. ഈ ഞാൻ കളിച്ച് വളർന്ന ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര പരിചയമാണ്. ഹല്ലേലൂയ. അത് ആ ഗ്രൗണ്ടിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാനൊരു വേറൊരു അഭിഷേകത്തോടെ ഒരു അസാധാരണ രീതിയിലാണ് നിന്നിട്ടുള്ളത്. എൻ്റെ ചെറിയ പ്രായത്തിലെ ഒരു അനുഭവം പറയുന്നത്. പക്ഷേ മറ്റുള്ളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അനുഭവം കിട്ടത്തില്ല. ഇത് സ്പിരിച്വൽ കാര്യത്തെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ഞാൻ ഉദാഹരണം പറയുകയാണ്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഒരു ഗ്രൗണ്ട് ഇവിടെ തരാൻ പോവുക. നീ ഇവിടെ എഴുന്നേറ്റാൽ നീ ഒരു വ്യത്യസ്തനായിരിക്കും. പിടിക്കുക, അതിനെയൊക്കെ നന്നായി കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിൻ്റെ വീട്ടിനകത്തൊരു വ്യത്യസ്തനാകാൻ പോവുകയാണ്. എന്നോട് കുറച്ച് നേരമായി ദൈവം നിർബന്ധിക്കുന്ന ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഇന്നലെ വരെ നടന്നതിനെ ആ നാളേക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറാകരുത്. ഹല്ലേലൂയ. നിൻ്റെ വാക്കിനകത്തൂടെ അധികാരം ചലിക്കുന്നവനായി പോട്ടെ. നിന്റെ നോട്ടത്തിനകത്തൂടെ ദൈവപ്രവൃത്തി പുറത്തു വരുന്നതായി തീരട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ 17-18 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ പഠിച്ച ഒരു മനുഷ്യനെ കണ്ട്. ഞാൻ അന്ന് കണ്ട, പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഒരു ദിവസം ഞാൻ ഇപ്പം വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പിന്നെ ആ കോളേജിലോട്ട് വന്നിട്ടേ ഇല്ല. ഞങ്ങളവനെ ഒത്തിരി വിളിച്ചു, തപ്പിപ്പോയി, കണ്ടില്ല. അവൻ അതിനേക്കാളും നല്ലൊരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ പോയാൽ ഞങ്ങളത് പിന്നീട് അറിഞ്ഞേ. അവൻ അതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം സെക്കൻഡ് ഇയറിലോട്ട് കയറിയ സമയത്ത് അവൻ പോയി. നന്നായി പഠിച്ചു കേട്ടോ, നന്നായി പഠിച്ച്. പക്ഷെ അത് കഴിഞ്ഞ് എന്തൊക്കെയോ പ്രയാസം ഉണ്ടായി, പുള്ളി അങ്ങ് ഒതുങ്ങിപ്പോയി. ഞാൻ കാരണം അവിടെ പഠിച്ചെങ്കിലും താഴോട്ട് പോയെങ്കിൽ ലൈഫ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പം എനിക്ക് കയറി വരാൻ വേറെ ലെവലുകൾ പരിശുദ്ധാത്മാവ് തന്നു. അതുകൊണ്ട് ഇന്നലെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക അഭിഷേകം അദ്ദേഹത്തിൻ്റെ മേലേക്ക് ചലിക്കുന്നത് ഞാൻ കണ്ടു. കൂടെ പഠിച്ചവനാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. 17 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ട. ഞാൻ ഈ പറഞ്ഞ എന്നാണെന്നറിയാമോ, ഒരു സെക്കൻഡ് ടച്ച് ഉണ്ട് കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. സെക്കൻഡ് ടച്ച് ഉണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ അതിനെ സ്വീകരിക്കണം. പുത്രനായ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ സാക്ഷീകരിക്കാൻ വേണ്ടി ആ യഹൂദ അത് അകത്തുനിന്ന് തന്നെ ഒരു മനുഷ്യനെ പുറത്തിറക്കി. അവൻ്റെ പേര് സ്നാപക യോഹന്നാൻ എന്നാണ്. അവനാണ് യേശുവിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തലുകൾ തുടങ്ങുന്നത്. വചനം വായിക്കുന്നു, അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. നിങ്ങളോട് എന്നോട് പറയണം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ കർത്താവിൻ്റെ വഴിയൊരുക്കുന്നവൻ. 1-ാം അധ്യായത്തിനകത്ത് ഏകദേശം 20-ലധികം വെളിപ്പെടുത്തലുകൾ പുത്രനായ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു. 3-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ അതിലും കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി യോഹന്നാൻ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, സ്നാപക യോഹന്നാൻ. 5-ാം അധ്യായത്തിനകത്തേക്ക് യേശു വരുമ്പോൾ പറയാണ്, യോഹന്നാൻ എനിക്ക് വഴിയൊരുക്കിയവനായി എന്നെ സാക്ഷ്യപ്പെടുത്തി. പക്ഷേ എനിക്ക് മനുഷ്യൻ്റെ സാക്ഷി ആവശ്യമില്ല. നിങ്ങൾക്കിത് പിടിക്കാൻ പറ്റുമെങ്കിൽ വായുടെ നന്നായി തുറന്നു വരും. എനിക്ക് മനുഷ്യൻ്റെ, പിന്നെ അവൻ എന്തിന് സാക്ഷ്യപ്പെടുത്തി എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ രക്ഷയ്ക്കും നിങ്ങളുടെ ഉണർവിനും വേണ്ടിയാ. ആമേൻ. ഗ്രൗണ്ട് സാഹചര്യം ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ അതിനകത്ത് കണക്റ്റഡ് ആകാതെ. മുഴുവനും തള്ളുക, യേശുവിനെ തള്ളുക. സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം അയച്ച പുത്രനെ ഭൂമിയിലുള്ളവർ മുഴുവൻ തള്ളുക. സ്വന്തക്കാരും തള്ളുവാണ്. അതിനകത്തെ സെപ്പറേറ്റഡ് ആയ ജനം, യഹൂദന്മാരും ഏറ്റവും കൂടുതൽ
എന്ന് പറഞ്ഞത് കൊണ്ട് ഹല്ലേലൂയ യേശുവിനെ പിതാവ് അയച്ച പ്രവൃത്തി നിറവേറാതെ പോയോ? നിറവേറാതെ പോയില്ല. അതിനകത്ത് നിന്ന് തന്നെ ഒരു ശക്തമായ പ്രവചനം പറയുന്നു. ആരെല്ലാം തള്ളിയാലും, ആരെല്ലാം മാറ്റി നിർത്തിയാലും അയച്ചവന്റെ പ്രവൃത്തി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ വേട് ഞാൻ ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള, ഞാൻ തുറക്കാം. ഹല്ലേലൂയ. പിതാവ് എന്നിലും ഞാൻ പിതാവിലും. അവിടെ കൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല. നിങ്ങളും ഞാൻ ഞങ്ങളുടെ കൂടെയാണ്. അത് പറയാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളെന്ന് പറയുന്ന ആ മനുഷ്യന് മുഴുവൻ ആ പിതാവിനെയും ആ പുത്രനെയും തള്ളിക്കളയുക. വചനം പറയുന്നു, തള്ളിയവനെ തേടി വീണ്ടും കർത്താവ് അവനെ പിടിച്ചു. ഈ തള്ളുന്നവന്റെ പ്രശ്നം എന്താണെന്നറിയാവോ? അവൻ അറിയത്തില്ല ആരെയെ തള്ളുന്നെന്ന്. ഈ വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യം, വെള്ളത്തിലല്ലേ മത്സ്യം ജീവിക്കുന്നത്? അതോ കരയിലാണോ? ആണോ മനുഷ്യ? എടുത്ത് കരയിലോട്ടിട്ട് പറയാം എനിക്ക് വെള്ളം വേണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അത്രേ ഉള്ളൂ. കർത്താവിനെ വേണ്ടെന്ന് പറയുന്ന ഒരുത്തൻ. ഇതിൽ കൂടുതൽ ഉദാഹരണം എനിക്ക് പറയാൻ അറിയത്തില്ല. വെള്ളത്തിൽ തുള്ളിച്ചാടിക്കൊണ്ട് പറയാണ് എനിക്ക് വേണ്ട, വെള്ളം വേണ്ട, എനിക്ക് കർത്താവിനെ വേണ്ട. യഹൂദന്മാർ തള്ളിയപ്പം സത്യത്തിൽ അവിടെ സംഭവിക്കുന്ന ഇതാണ്. എന്താണ്? വെള്ളത്തിൽ നിന്ന് പുറത്ത് വന്ന ഒരു മത്സ്യം കിടന്ന് ചാടുന്ന പോലെ നിന്റെ വേണ്ടായ്മ ഇത്രേ ഉള്ളൂ. ഇത് തള്ളുന്നവരോട് ഞാൻ പറയാണ്, ഇറ്റ്സ് വെരി നെസസറി ഫോർ യു. നിനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. പത്മയാനിക്ക് അറിയാവോ? ആമേൻ, ഹല്ലേലൂയ. ഈ അന്തരീക്ഷത്തെക്കുറിച്ചാണല്ലോ തുറന്നു വന്നേ. ഞാൻ കഴിഞ്ഞ 3-ാം തീയതി പാസ്റ്റർ രഞ്ജു പോൾ എന്ന് പറയുന്ന ഒരു ദൈവദാസിൻ്റെ ടാമി ദ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ നടത്തിയ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് തിരുവനന്തപുരത്ത് ഞാൻ ശുശ്രൂഷിക്കാൻ പോയി. ഞാൻ ഒരു കറുത്ത ഷർട്ടിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പം ഞാൻ എൻ്റെ ശരീരത്തൊരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ വീർത്തൊഴുകുകയാണ്. കറുത്ത ഷർട്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഞാനും കറുത്തായതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്നൊരു ഷർട്ട് മേടിച്ച് അവിടെ കൊണ്ടുപോയി തേച്ചിട്ടിട്ടാണ് ഞാൻ ശുശ്രൂഷിക്കാൻ കയറി. അതുപോലെ ചൂടായിരുന്നു. പക്ഷെ ഇന്നലെ അതേ റൂട്ടിൽ അങ്ങനെ പോയി AC-ക്കകത്ത് പോകുന്നത് പോലെ അവിടെ പോയി ഇറങ്ങി. ഒരേ സ്ഥലത്ത് ഒരേ മാസം 2 അനുഭവം. കാലത്തിന് ആ അന്തരീക്ഷത്തെ മാറ്റാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല? ഞാൻ ഇന്നലെ ആസാമിലേക്ക് വിളിച്ചു. പാസ്റ്റർ ഞാൻ ടിക്കറ്റുകൾ നോക്കുകയാണ്. അപ്പോൾ അജിത് പാസ്റ്ററിനോട് പറയാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ AC മേടിച്ചിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. 38 ഇതിന് മേളിലാണ് അവിടെ. ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്നില്ല. ഞാൻ ഇതിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ രണ്ട് ഷർട്ടും 2 ജാക്കറ്റും ഇട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളായിരുന്നു. അവിടെ കാലത്തിന് ഇത്ര വ്യത്യാസം വരുത്താമെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ലേ? അതിനേക്കാളും വലിയവൻ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഒന്നുകൂടി പറയാം, ഈ ഭൂമിയെ മുഴുവൻ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ഒരു മഴ കൊണ്ടോ ഒരു കാറ്റുകൊണ്ടോ തണുപ്പിക്കാൻ പറ്റുന്ന കാറ്റുണ്ടെങ്കിൽ നിങ്ങൾ പ്രാപിച്ച കാറ്റ്, നിങ്ങൾ പ്രാപിച്ച നദി, നിങ്ങൾ പ്രാപിച്ച ആത്മാവ് അന്തരീക്ഷങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നവനല്ലേ? ഈ തിരിച്ചറിവ് ഉണ്ടായാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ തള്ളിയാ കിട്ടത്തില്ല, സ്വീകരിച്ചാ കിട്ടും. അതാണ് നസ്രത്തിൽ ചർച്ചില്ലാതെ പോയതിൻ്റെ പിന്നിലെ കാര്യം. കഫർനഹൂമിൽ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ജനങ്ങളുടെ ഇടയിൽ 400 വർഷം കൊണ്ട് സംഭവിച്ച സാത്താനിയ സകല പ്രവർത്തികളെയും 1 by 1 ആയിട്ട് യേശു പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോൾ, വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പം നസ്രയത്തിനകത്ത് യാതൊരു ഇതുമില്ല. പക്ഷെ നന്മ എവിടുന്നാ വന്നേ? നസ്രയത്തുനിന്ന്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഒരു സ്ഥലത്ത് നാഗ്പൂരിൽ ശുശ്രൂഷിക്കാൻ പോയപ്പം അന്ന് തന്നെ ആ ദിവസം തന്നെ
നാഗ്പൂരിൽ തങ്കു ബ്രദേഴ്സ് സൂക്ഷിക്കുന്നുണ്ട്. ഞാനും ഫ്ലൈറ്റിലാണ് പോയത്, അദ്ദേഹവും ഫ്ലൈറ്റിലാണ് പോയത്. ആ പോയ യാത്ര തന്നെ ഇതാണ്. ഞാൻ ഞായറാഴ്ചയാണ്, ഞാൻ ഇവിടെ വന്നില്ല, അവിടെ ആരാധിച്ചിട്ട് അന്ന് ഉച്ചയ്ക്ക് കയറുകയാണ്. ഞാൻ വേറെ ആരും ഇവിടെ ഞാൻ അയച്ചിരുന്നു. ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുക. ഇങ്ങനെ എൻ്റെ ട്രെയിനിൻ്റെ ടിക്കറ്റ് 1 മണിക്ക് മുമ്പാണ്. ഇതിന് മുമ്പ് ഞാൻ പറയട്ടെ, തലേ ദിവസം ഈ ട്രെയിൻ എൻ്റെ ടിക്കറ്റ് ക്യാൻസലായി. ഞാനിതൊട്ട് അറിഞ്ഞിട്ടുമില്ല. കാരണം എടുത്തേക്കുന്ന മറ്റൊരാളാണ്, അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അദ്ദേഹം ഡൽഹിയിൽ നിന്നുള്ള യാത്രക്കിടയിലായിരുന്നതുകൊണ്ട് പുള്ളി അത് ശ്രദ്ധിച്ചില്ല. ടിക്കറ്റ് ക്യാൻസലായ കാര്യത്തെപ്പറ്റി എനിക്ക് അദ്ദേഹത്തിന് ധാരണയില്ലാതായിപ്പോയി. ഞാൻ ആ ട്രെയിനിൽ കയറാനിരിക്കുക, എൻ്റെ കൂടെ മറ്റൊരാളൂടെ വരുന്നുണ്ട്. ബീജാൻ, ഞങ്ങളുടെ ആത്മീയ ലീഡർ, ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ, അദ്ദേഹം ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ 12 മണിയായപ്പോഴേ പുറത്ത് ചാടാൻ വേണ്ടി ഇങ്ങനെ ബൈബിളൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എവിടെ പോവാ? ഞാൻ പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ ഒരു സ്ഥലം വരെ പോവാ. എടാ കൊച്ചെ, നീ ഫ്ലൈറ്റേ കയറി പോകുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ കണ്ണുതള്ളി. ഞാൻ പറയും ഫ്ലൈറ്റേലോ? അപ്പോൾ കൂടെയുള്ള ആള്, കൂടെ പോകേണ്ട ആൾ എവിടെ കയറി? റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. എൻ്റെ ഫോണിൽ പുള്ള കോൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ എങ്ങനെയായാലും അദ്ദേഹത്തിന് മുമ്പ് അങ്ങനെ പെട്ടെന്ന് ആടിപ്പോകാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ പരിമിക്കൊണ്ടിരിക്കുക. ഞാൻ പറയാം, അച്ഛാ 2 മണിക്ക് മുമ്പ് ട്രെയിനുണ്ട്. ഇല്ലടാ, നീ ട്രെയിനേ പോകത്തില്ല. ട്രെയിൻ ക്യാൻസലായത് അദ്ദേഹം ട്രെയിനെ കയറി കഴിഞ്ഞാൽ അറിഞ്ഞേ. പിന്നെ അദ്ദേഹം അകത്ത് കയറി, ഞാൻ പുറത്ത് നിന്ന് ക്യാഷ് ഇട്ട് കൊടുത്ത്, അങ്ങനെയാണ് അദ്ദേഹത്തിന് വേറൊരു ടിക്കറ്റ് അതിനകത്ത് കിട്ടിയത്. ഞാനത് ട്രെയിനിൽ കയറില്ല. പക്ഷേ അദ്ദേഹം അവിടെ നാഗ്പൂരിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ചെന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ നാഗ്പൂരിൽ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര തിരക്ക്. ഞാൻ പോയ ഫ്ലൈറ്റിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരു വൈകുന്നേരമാണ്, പിറ്റേ ദിവസമാണ് എനിക്ക് ശുശ്രൂഷ. അന്ന് വൈകിട്ട് ഒരു കോൺഫറൻസ് നടക്കുവാണ്. ഞാൻ പോയത് ആരും അറിഞ്ഞില്ല, ആ ചർച്ചക്കാർ മാത്രമേ അറിഞ്ഞുള്ളൂ. പക്ഷേ തങ്കു ബ്രദർ പോയത് അവിടുത്തെ ട്രാഫിക് പോലീസ് പോലും അറിഞ്ഞെന്ന് തോന്നുന്നു. അതുപോലെ തിരക്കായി. ഒരാളുടെ മേലും ഇങ്ങനെ അറ്റ്മോസ്ഫിയർ പകരാൻ കർത്താവിന് പറ്റും. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, ആ പുള്ളി ജനിച്ച 5 കിലോമീറ്ററിൻ്റെ അപ്പുറമാണ് ഞാനും ജനിച്ചേ. എനിക്ക് പുള്ളിനെ ശരിക്കും മനസ്സിലായില്ല. നാഗ്പൂരിൽ കിടന്ന ആൾക്കാർക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം തായ്ലാൻഡിൽ ഒരാളുമായിട്ട്, എനിക്ക് മലയാളിയാണ്, അവിടെ ജീവിക്കുന്ന ഒരാളുമായിട്ട് അവരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പം അദ്ദേഹം പറയാം, നിങ്ങൾ കോട്ടയത്ത് കാണുന്ന ആളൊന്നും അല്ലെന്ന് അദ്ദേഹം ഇവിടെ. തായ്ലാൻഡിലെ ഗവൺമെൻറ്റിനെ പോലും സ്വാധീനിക്കുന്ന ഒരാളാണ്. ഒരാളുടെ മേൽ കടന്ന അഭിഷേകം, ഒരു ബിസിനസ്സുകാരൻ്റെ അകത്തേക്ക് ആത്മാവിന് അങ്ങനെ ഇടാൻ പറ്റുമെങ്കിൽ, തളർന്നു കിടന്ന ഒരുത്തൻ്റെ അകത്തേക്ക് അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു പൊസിഷനകത്ത് അദ്ദേഹം തളർന്ന, നടക്കാൻ വയ്യാത്ത കാലിലിരിക്കുമ്പോൾ ആ ഒരു സൈഡിലേക്ക് നോക്കി ഒരാളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ആമോസ് പാസ്റ്റർ ഒരു ദൂത് പറയുകയാണ്, നിന്നിലൂടെ ഒരു ദേശം മുഴുവൻ തിരിയാൻ പോകുക. നീ എന്ന ഒറ്റ വ്യക്തിയിലൂടെ യേശു യേശു എന്ന പേര് ദേശം മുഴുവൻ വിളിക്കാൻ പോകുക. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുള്ളത് ശരിയാണ്, പക്ഷെ അദ്ദേഹം അതിനെ സ്വീകരിച്ചില്ല. ഇവിടെ തളർന്നിരുന്ന പുള്ളി ഒരു കൈ പൊക്കി തൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് അതിനെ ഏറ്റെടുത്തു. അതാ കോട്ടയത്ത് കണ്ട ഉണർവ്. അങ്ങനെ ഒന്ന് ഇവിടെ ചെയ്യാൻ പറ്റും കർത്താവൻ. അങ്ങനെ ഒന്ന് ദൈവത്തിന് ചെയ്യാൻ പറ്റും. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഞാൻ ഇന്ന് രാവിലെ വീണ്ടും നിങ്ങളെ ചലഞ്ച് ചെയ്യിക്കുന്നു. ഹല്ലേലൂയ. എനിക്കും പുറകെ നിന്ന് പറയാൻ പറ്റും, ഞാനും ഒരു കാലഘട്ടത്തിൽ ആ ചർച്ചിൽ ഇരുന്ന പാസ്റ്ററാണെന്ന് എന്നെക്കൊണ്ട് പോലും പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ അറ്റ്മോസ്ഫിയറുകളെ ദൈവത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ജുഡാമാന വൈഡാമാന ഖരാബാദ ലമാന ഖരാബദ റിബാല ഖദാരിയ. ദർശനത്തിൻ്റെ മേലെ ദൈവം ഇട്ടിരിക്കുന്ന അപ്പോയിൻമെന്റ് ലെറ്ററുകളെ കയറി പിടിക്കാനുള്ള അഭിഷേകം. അത് ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തി, ഒരു സമൂഹമാണെങ്കിൽ ഒരു സമൂഹം, അതിനെ ക്യാച്ച് ചെയ്തേ പറ്റൂ. ഈ യോഹന്നാനെ, അടുത്തൊരു ഭാവിയെ തുറക്കുന്ന യോഹന്നാനെ,
അവൻ്റെ മുമ്പിൽ ഭൂമി കൊടുത്ത അനുഭവം, ഭൂമി അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുത്തത് പത്മോസ് ആണെങ്കിൽ ദൈവം പറയാം, മോനെ നീ അവിടെ കടക്കണ്ട, കയറി വാ. എങ്ങോട്ടാ കയറി ചെല്ലുന്നേ? എങ്ങോട്ടാ കയറി ചെല്ലുന്നേ? കയറി ചെല്ലുന്ന എന്തിനാണെന്നറിയാമോ? ഈ പുസ്തകത്തിൽ തന്നെ ഒരു ഭാഗം കിടപ്പുണ്ട്, മേലാൽ സംഭവിപ്പാനുള്ളത്. എന്താണ്? മേലാൽ സംഭവിപ്പാനുള്ളത്. നീ കണ്ടത് ശരിയാണ്, ഇന്നലകളിലുള്ളതും ശരിയാണ്, പക്ഷേ ഇനി നീ എഴുതേണ്ടത് മേലാൽ സംഭവിപ്പാനുള്ളതാണ്. അത് ഈ പത്മോസിൽ കടന്നാൽ നിനക്ക് കിട്ടത്തില്ല. കയറി വാ. അവിടെ കിടക്കുന്നത് സ്വർഗത്തിൽ നിന്നൊരു പോർട്ടൽ ഇറങ്ങി വന്നു. അതിനകത്തേക്ക് യോഹന്നാൻ കയറിപ്പോയി. യോഹന്നാൻ്റെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി. മുദ്രയിട്ടതിനെ തുറക്കുന്നതുമായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ. എനിക്കത് പ്രസംഗിക്കണമെന്നുണ്ട്, പിന്നീട് ഞാനത് തുറന്ന് നിങ്ങളുടെ അകത്തേക്ക് തരാം. ഹല്ലേലൂയ. മുദ്ര പൊട്ടിപ്പാനും പുസ്തകം തുറക്കുവാനും യോഗ്യനായവൻ അറുക്കപ്പെട്ടവനെ പോലെയല്ല, മഹത്വീകരിക്കപ്പെട്ടവനെ പോലെ, തികഞ്ഞ് നിൽക്കുന്നവനെ പോലെ നിനക്ക് വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ഒരു കാര്യം ഒന്നുകൂടി പറയാം, ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചതാണ്. പുത്രനായ കർത്താവ് പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ന്യായവിധി. ഇപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രവൃത്തി വിശ്വസിച്ച, എന്നെ കണ്ട് പുറത്ത് വന്ന ഒരു ജനമുണ്ട്. ഞാൻ സകലത്തെയും കീഴടക്കിയിട്ട് അവർക്ക് വേണ്ടി കീഴടക്കാൻ വേണ്ടി ഇപ്പോൾ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ചിലത് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. സഭ എന്നാ എടുക്കുക? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം മേടിച്ചിട്ട് ആ അധികാരം തൻ്റെ സഭയെ കൈമാറിയിട്ട് താൻ നോക്കി നിൽക്കുക പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്. നീ കെട്ടുന്നത് കെട്ടാനും നീ അഴിക്കുന്നത് അഴിക്കാനും. അവൻ കയറി നിൽക്കുക. കയറി നിൽക്കാൻ പറ്റുമെങ്കിൽ കയറി നിൽക്കും. മോശെ, നീ ആദ്യം ചെല്ലുമ്പോൾ ഒരു നായുടെ വില മാത്രമേ ഉള്ളൂ, പക്ഷെ നീ അധികാരത്തോടെ കയറുമ്പം നിന്റെ ലെവല് ദൈവം മാറ്റിയിരിക്കും. ദൂത് ഇതാണ്. ദൂത് പിടിക്കാൻ ഞാൻ ഒരുപാട് പറഞ്ഞു ദൂത, എങ്കിലും ഇച്ചിരി കട്ടി കൂട്ടി ഞാനത് പറയാണ്. ഹല്ലേലൂയ. മോശയുടെ മുമ്പിൽ ഒരു നായുടെ വിലയാണ്, മോശയ്ക്കൊരു നായുടെ വിലയാണ് ഫറവോൻ്റെ മുമ്പിലെങ്കിൽ ദൈവം കൊടുത്ത പ്രോമിസ്, നിന്നെ ദേവനെ പോലെ, നിന്നെ ദൈവത്തെ പോലെ ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പിടിക്കുന്ന വടി സർപ്പമാക്കാനും, ഹല്ലേലൂയ, നീ പിടിക്കുന്ന സർപ്പത്തിൻ്റെ വാല് വടിയാക്കാനും, നിന്റെ കയ്യിൽ അവിടുത്തെ ആഭിചാരങ്ങളെ മുഴുവൻ ഒതുക്കാനും കഴിയാനുള്ളത് നിന്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുക. മോശ ദൈവത്തോട് ചോദിക്കുക, അങ്ങ് ആരാന്ന് ചോദിക്കുമ്പോൾ ഒരു പേര് പറയുന്നില്ല, ഞാൻ ആകുന്നവനാ. എൻ്റെ അർത്ഥം എന്നാ? തീരുമാനം നിന്റെയാ, ഞാൻ എന്തു ആകാം നിനക്ക് വേണ്ടി. എന്നെ ആത്മാവ് അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ CS ബിജു പാസ്റ്റർ അറിയാമെന്ന് തോന്നുന്നു, ഇവിടുത്തെ ഷാജൻ പാസ്റ്റർ ഗുരുവാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി. കോട്ടയത്തുള്ള ഷാജൻ പാസ്റ്ററെ പുറത്തു കൊണ്ടുവന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഒരു കാര്യം പറയാം, അത് ഞങ്ങൾക്ക് ചിരിച്ചു പോയ സാക്ഷ്യം. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം തിരുവനന്തപുരത്ത് ഒരു ജഡ്ജി അദ്ദേഹത്തെ കാണാൻ വന്നു. പെൺകുട്ടിയാ. പരിചയപ്പെട്ടപ്പോൾ ഇവർ ഒന്നിച്ച് പഠിച്ചത് 2ാം ക്ലാസ്സിലാണ്. അത് കഴിഞ്ഞ് ചോദിച്ചു, പാസ്റ്റർ അത് കഴിഞ്ഞ് അവിടെ പോയി? ഞാൻ മീൻ പിടിക്കാൻ പോയി. 2ാം ക്ലാസ് വരെ പുള്ളി പഠിച്ചിട്ടുള്ളൂ. അന്ന് പറയണ പാസ്റ്റർ അപ്പം പറയാം, അന്ന് നീ ഹീറോ ആണ്, പക്ഷെ ഇപ്പം ഞാനാ ഹീറോ. ആമേൻ. നിങ്ങൾക്ക് ആളെ അറിയാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നോക്കിയാൽ മതി, ഒന്ന് തപ്പി നോക്കിയാൽ മതി. ഞാൻ അദ്ദേഹത്തെ നമ്മുടെ കൺവെൻഷനിലൂടെ ക്ഷണിച്ചാണ്, അന്ന് അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടം കൊണ്ട് ഒരു പ്രാവശ്യം അദ്ദേഹം
ചാകാൻ ഒരുങ്ങിയ ഒരു സമയമുണ്ട്. രാത്രിയിൽ കടപ്പുറത്ത് പോയി മീൻ വിറ്റ് നടന്ന പുള്ളിയാ, മീൻ പിടിച്ച് അദ്ദേഹം വിഷക്കുപ്പി എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആർക്കും കൊടുത്തിട്ടില്ലാത്ത പഴയൊരു ചെറിയ ടച്ച് ഫോൺ, ചെറിയൊരു ഫോണാണ്. ആ ഫോണിനകത്തേക്കൊരു കോള് വന്നു. ആ കോള് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു അഭിഷിക്തൻ്റെ നമ്പറാണ്. ആ നമ്പറാണെന്ന് അറിയത്തില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഈ നമ്പർ എനിക്ക് തന്നു. എൻ്റെ അഭിഷിക്തൻ സാഹചര്യങ്ങൾ കൊണ്ട് മരിക്കാൻ പോകുന്നു, നീ അവനെ വിളിച്ച് പുറയിലിറക്കാൻ. ആ വിളിച്ച ആളുടെ പേര് സുരേഷ് ബാബു എന്നാണ്. സുരേഷ് ബാബു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം നമ്പർ ഉൾപ്പെടെ ദൈവം തെളിയിച്ചു കൊടുത്തു. അന്ന് പുറത്തു വന്ന ആളാണ് രാജ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം ഭൗതികമാണ്, അതുകൊണ്ട് നിങ്ങളറിയാം. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടിട്ട് എനിക്ക് ഒട്ടും പിടിക്കാൻ പറ്റില്ല. എന്നോടൊരു അദ്ദേഹം ഒരു ചെവി വന്നൊരു കാര്യം പറഞ്ഞു, ദൈവം നിനക്ക് 2 കാറ് തരാൻ പോവാണ്. ഞാൻ അതിനെ സ്വീകരിച്ചു. അടുത്തത് പറഞ്ഞപ്പോഴാണ്, ഒരു കാറ് പോലും മേടിക്കാൻ പറ്റാത്ത ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഏണ്ട് 10-50 കാറുണ്ട. എനിക്കത് അംഗീകരിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ ഭൗതിക വിടുതലിനെ പറ്റിയാണ് പറഞ്ഞത്, സാഹചര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. സാഹചര്യങ്ങളെ പണിയാൻ പോവുക. ഞാനിപ്പോഴും യോഹന്നാൻ്റെ സാക്ഷ്യങ്ങൾക്കകത്ത് നിൽക്കുകയാണ്. യേശുവിലേക്ക് എനിക്ക് വരണ്ട. യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയത് യോഹന്നാൻ ആയിരുന്നു ആദ്യം. പക്ഷേ അവിടെ പറയുന്നു, എനിക്ക് യോഹന്നാൻ്റെ സാക്ഷ്യം, മനുഷ്യൻ്റെ സാക്ഷ്യം ആവശ്യമില്ല. ഞാൻ ആ മെസ്സേജ് ഇന്നത്തെ കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. യേശുവിനെ ഭൂമിയിൽ സാക്ഷ്യപ്പെടുത്താൻ ഒരാളുണ്ട് എന്ന് യേശു പറയുന്നു. അത് പിതാവായ ദൈവ താൻ തികഞ്ഞ പുത്രത്വത്തിൻ്റെ അടുത്തേക്ക് കയറി നിൽക്കുമ്പോൾ പിതാവ് അത് സാക്ഷ്യപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പുത്രനായ കർത്താവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ആ പുത്രനായ കർത്താവ് ചെയ്തത് മുഴുവൻ നമ്മുടെ അകത്ത് സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാ. ഇന്ന് പകല് ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഹല്ലേലൂയ. ആ പിതാവിനെയും പുത്രൻ്റെയും പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാക്ഷ്യം യേശു ക്രിസ്തുവിനുണ്ടെങ്കിൽ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരുവനാണ് യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്. ഒരു വാക്കൂടെ പറയാം, നിങ്ങൾ ഈ ഉയർത്തിപ്പിടിക്കുന്ന ചോദ്യമാണ്, നീ യാക്കോബിനേക്കാൾ വലിയതാണ്. ഇവർ ചോദിച്ചതാ, നീ മോശയേക്കാൾ വലിയവനാണോ? യേശു ഒറ്റ മറുപടി പറയുന്നത്, നിങ്ങൾ വലിയവനെന്ന് പറയുന്ന ആ മോശ നിങ്ങളെ കുറ്റം വിധിക്കും, ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കത്തില്ല. എൻ്റെ ആടങ്ങൾ അല്പം കൂടുതലാണ്. ഒന്ന് കൈ ഉയർത്തി പിടിച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ ദൈവശനതി, ഒന്ന് വിട്ടുകൊടുത്ത ദൈവശനതി. ഹലോഡ് എന്തിനാണ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു? നിന്നെ ഏറ്റു പറയാൻ വേണ്ടിയാ. 2 വാക്ക് അതിനകത്ത് ആവർത്തിച്ചേ പറ്റുള്ളൂ. ഞാൻ യേശു ക്രിസ്തുവിലും പിതാവിലും ആണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ആ വിടുതൽ നിൻ്റെ അകത്തേക്ക് വെളിപ്പെടും. യേശു പറയുന്നു, ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ ഭൂമി ചെയ്ത പ്രവൃത്തികൾ മാത്രം നിങ്ങൾ നോക്കൂ. ഞാൻ ചെയ്തതെങ്കിലും ചെയ്യാനുള്ള സാധ്യത നിങ്ങളുടെ അകത്ത് തുറക്കുക. ഞാൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്താണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ? ഞാൻ ചെയ്തതല്ല, അതിലും വലുത് നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഐ ആം റെഡി. നിങ്ങൾ എത്ര പേര് റെഡിയാണ്? പരിശുദ്ധ പിതാവ് ഈ വചനത്തിനകത്ത് ഈ ജനത്തെ കൊണ്ടുവരുന്നു. ഇതിനകത്തേക്ക് ഇന്ന് വെളിപ്പെട്ട തീ ഉണ്ടല്ലോ, ആ തീ ഇവരുടെ അകത്ത് കത്തിക്കയറണം കർത്താവേ. ആഴമായുള്ള ദൈവപ്രവർത്തികൾ ഞങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. വചനത്തിൻ്റെ ആഴത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. ഭൂമിയിൽ ആരും സപ്പോർട്ടല്ല, ഭൂമിയിൽ ആരും സാക്ഷ്യം നിൽക്കത്തില്ല. പക്ഷേ യേശു ഞങ്ങളുടെ സാക്ഷ്യമാണ്. അവനെ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നിടത്ത് ഞങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ഓപ്പണിങ്ങുകളുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, മുണ്ടക്കയത്ത് അടഞ്ഞു കിടക്കുന്ന കുടുംബത്തിൻ്റെ ഡോറുകളെ തുറക്കുന്ന, തട്ടിത്തുറക്കുന്ന യേശു എന്ന സാക്ഷ്യം ഞങ്ങളുടെ ഉള്ളിലൂടെ വെളിപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വി സബ്മിറ്റ്, ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നു. കർത്താവ് പ്രവർത്തിക്കും.
ഈ ജനത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ